റെവന്യൂ മാനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ പാർട്ട് ടൈം ജോബിനെ പറ്റിയാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ പോണേ. ഞാനിവിടെ കാനഡയിൽ വന്നപ്പോൾ ആദ്യം തന്നെ ഒരു സ്ട്രൈക്ക് ചെയ്തൊരു മഞ്ഞ കളർ ഒരു വണ്ടിയുണ്ട് എനിക്ക്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു അതിശയം വരുത്തിയ ഒരു വണ്ടിയാണ്. അതിൻ്റെ ആ ഷേപ്പും റെജിഡ് ബോഡിയും ലൈറ്റ്സും അത് പോണതും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ നോക്കുമായിരുന്നു, അവിടെ എങ്ങനെയെങ്കിലും ജോലിക്ക് കയറാൻ പറ്റുമോ. കാരണം എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിലോട്ട് ജോലിക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ നോക്കുന്ന സമയത്താണ് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടത്. അപ്പോൾ ആ പാർട്ട് ടൈം ജോലി എന്താണ്, ഞാൻ എന്ത് വണ്ടിയാണ് ഓടിക്കണേ, അതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് കയറണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിതിൻ ചേട്ടൻ റെഫർ ചെയ്തു വന്നു. അപ്പോൾ അവർ തന്നെ, എനിക്ക് ആ സമയത്ത് ജി ലൈസൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ജി ലൈസൻസിൽ നിന്ന് അവർ തന്നെ ട്രെയിനിങ് തന്ന് നമുക്ക് ബസ് ലൈസൻസ് ബി ലൈസൻസ് എടുക്കുകയാണ് ചെയ്തത്. ബി ലൈസൻസ് എടുത്തു കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 1 ഇയറിൽ മുകളിലായി ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യണത്. ബസ് ലൈസൻസ് എടുത്തു. ടെസ്റ്റ് അവർ തന്നെയാണ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചതും പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് തരുകയും എല്ലാം ചെയ്തത്. ആദ്യത്തെ ഒരു 6 മാസം ടെമ്പററി ലൈസൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പെർമനൻറ്റ് ലൈസൻസ് ആക്കി തന്നു. അപ്പോൾ അതിനൊരു കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോഴേക്കും പെർമനൻറ്റ് ലൈസൻസ് ആയി. ദെൻ ഞാനും കൂടി, നിതിൻ ചേട്ടനും ഞാനും ജിസ്മോൻ ചേട്ടനും കൂടി പോയിട്ട് ഞങ്ങൾ എയർ ബ്രേക്കിൻ്റെ എൻഡോഴ്സ്മെൻറ്റും കൂടി എടുത്തു. എന്ന് പറയും ഇസഡ് ആണ് ആ ലൈസൻസ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് കറൻ്റ്ലി ഉള്ളത് BZ ലൈസൻസ് ആണ്, വിച്ച് കംസ് വിത്ത് ബസ് ലൈസൻസ് ആൻഡ് എയർ ബ്രേക്ക് എൻഡോഴ്സ്മെൻറ്റ്. ഈ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് കാറ്, ബസ്, സ്കൂൾ ബസ്, അല്ലാത്ത സാധാ ബസ് ഒക്കെ നമുക്ക് ഈ ലൈസൻസ് വെച്ച് ഓടിക്കാൻ പറ്റും. ഓക്കെ, നമുക്കപ്പോൾ ഇനി നമ്മുടെ ബസ്സിനെ പറ്റി അറിയാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബസ്സിൻ്റെ അകത്തേക്ക് വരാം. ബസ്സിൻ്റെ അകത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് വെൻറ്റിലേഷനുള്ള ഫാൻ ഓണാക്കാനുള്ള സ്വിച്ച് കാണാം. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഹീറ്ററിൻ്റെ സ്വിച്ച് കാണാം. 4 ഹീറ്റേഴ്സാണ് നമുക്ക് വന്നത്. ഒന്ന് സ്റ്റെപ്പിൻ്റെ അവിടെ, ഒന്ന് ഡ്രൈവർ, പിന്നെ ബാക്കിൽ 2 എണ്ണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മിററൊക്കെ ഹീറ്ററാണ്. അപ്പോൾ ആ ഹീറ്റർ മിറേഴ്സിനുള്ള സ്വിച്ചസ് കാണാം. ഡോർ ഓപ്പൺ ചെയ്യാൻ ഈ സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബസ്സിൻ്റെ മുകളിൽ വന്നതാണ്. നമ്മൾ സ്റ്റുഡൻസ് ബസ്സിലുണ്ടോ ഇല്ലേന്ന് നമ്മൾ സിഗ്നൽ ചെയ്യണ ലൈറ്റാണ് സ്ട്രോബ് ലൈറ്റ്. മുകളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ആ ലൈറ്റ്, ഇങ്ങനെ ആംബുലൻസിൻ്റെ ഒക്കെ പോലെ. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ വന്നത് ഒരു നോയ്സ് സപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബട്ടൺ ഓണാക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ സ്വിച്ച് ഓണാക്കുമ്പോൾ തന്നെ ബസ്സിൻ്റെ അകത്തുള്ള എല്ലാ ഹീറ്ററും ഓഫാവും. അതുപോലെ തന്നെ നമ്മുടെ ഓഡിയോ സിസ്റ്റവും ഓഫാവും. പിന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമുക്ക് വന്നത്. RPM, കിലോമീറ്റർ, വാട്ടർ ലെവൽ, ഓയിൽ ലെവൽ, ഫ്യൂവൽ, വോൾട്ടേജ്, ട്രാൻസ്മിഷൻ്റെ ടെമ്പറേച്ചറൊക്കെ കാണിക്കുന്നത്. പിന്നെ ഡോറ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള സ്വിച്ച് കണ്ടോ. നമുക്കത് നിൽക്കുമ്പോൾ ഡോറ് ഓപ്പൺ ആവുകയും ചെയ്യും, ക്ലോസ് ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് പിന്നെ വരുന്നത് ഫ്ലാഷേഴ്സാണ്. ഈ ഫ്ലാഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ബസ്സിൻ്റെ മുകളിലായിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഉള്ള ലൈറ്റ്സാണ്, യെല്ലോ ആൻഡ് റെഡ്. ഫ്ലാഷർ ഓൺ ആക്കണം എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡൻറ്റിനെ പിക്കപ്പ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും പോകുമ്പോൾ നമ്മൾ സിഗ്നൽ ചെയ്യുകയാണ്. യെല്ലോ വെച്ച് ആദ്യം നമ്മൾ സിഗ്നൽ ചെയ്യും, ഓക്കെ നമ്മൾ വണ്ടി നിർത്താൻ പോവാണ്. ദെൻ നമ്മൾ ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റെഡിലോട്ട് അത് മാറും. പ്ലസ് നമ്മുടെ സൈഡിലുള്ള സ്റ്റോപ്പ് സൈനും തുറന്നു വരും. ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്, ഇത് വരുമ്പോഴേക്കും യെല്ലോ വരുമ്പോൾ തന്നെ നമ്മൾ വണ്ടി സ്ലോ ഡൗൺ ചെയ്യണം, ബസ് ഇന്ന് പാസ് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് റെഡ് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യണം. നമ്മളെന്ത് പിള്ളേർ കയറി കഴിഞ്ഞാൽ ഡോറ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ലൈറ്റ്സ് എല്ലാം ഓഫ് ആവും. കണ്ടോ, ഡോറ് ക്ലോസ് ആവും. പിന്നെ ഇതെൻ്റെ ഐപാഡാണ്. ഇതിലാണ് നമ്മൾ എവിടെ നിന്ന് പിള്ളേരെ പിക്ക് ചെയ്യണം എന്നുള്ളത് കാണിക്കും. കൊട്ടിയുടെ പേരൊക്കെ കാണിക്കും. പിന്നെ ഒരു ഓഡിയോ സിസ്റ്റം, നമുക്കിവിടെ ക്രൂസിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. മഡ് സ്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ RPM കിട്ടാൻ, കൂടുതൽ ടോർക്ക് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഡിഫ് ലോക്ക് ആവുകയും ചെയ്യും. പിന്നെ വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഒരു നോർമൽ ഇത് വരുന്നുണ്ട്, ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കാണ്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, ഫോർത്ത് ഗിയർ, സെക്കൻഡ് ഗിയർ, ഫസ്റ്റ് ഗിയർ. പിന്നെ ഒരു നോർമൽ റേഡിയോ. പിന്നെ നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ചസ് അവിടെ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ ലൈറ്റ് ഓൺ ആക്കാനും പിന്നെ അതുപോലെ അകത്തുള്ള കൺട്രോൾസിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും. പിന്നെ ഹാൻഡ് ബ്രേക്ക്. ഇത് നമ്മുടെ ഫൂട്ട് വെച്ചിട്ട് നമ്മൾ ആ പെഡൽ പ്രസ് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്ക് എനേബിൾ ആവും. റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ നോബ് വിളിച്ച് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് നമ്മുടെ റിലീസാവും. പിന്നെ
നമുക്ക് നമ്മുടെ ഡാഷ്, പിന്നെ നമുക്ക് വന്നാൽ നമ്മുടെ ഒരു പാവം ഹോണും വന്നിട്ടുണ്ട്. നല്ല സ്വീറ്റ് സ്പോട്ടിലുള്ള ഒരു ഹോണാണ് നമുക്ക് വരുന്നത്. പിന്നെ ബാക്കിലോട്ട് കാണുമ്പോഴേക്കും നമുക്ക് സീറ്റ്സാണ് ഓൾമോസ്റ്റ് 30 പേരെ എടുക്കാൻ പറ്റുന്ന സ്വീറ്റ്സാണ് നമുക്കുള്ളത്. പിന്നെ നമുക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ 2 എമർജൻസി വിൻഡോസ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിലോട്ട് പോകുമ്പോൾ നമുക്ക് 2 എമർജൻസി വിൻഡോസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു എമർജൻസി മോളിൽ നമുക്ക് എമർജൻസിക്ക് വേണ്ടി തുറക്കാനുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ബാക്കിലൊരു എമർജൻസി ഡോറുണ്ട്. ഇപ്പോൾ എമർജൻസി ആയിട്ട് ഫ്രണ്ടിൽ എന്തെങ്കിലും പിടിച്ച് പിള്ളേരെ എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു പി സൗണ്ട് കേട്ടോ. ഈ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എമർജൻസി ഡോർ ഏതെങ്കിലും ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതറിയാൻ വേണ്ടിയാണ്. ഈ പിള്ളേർ ചില സമയത്തൊക്കെ എന്തെങ്കിലും ഓപ്പൺ ആക്കും, അപ്പോൾ അതറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഏത് എമർജൻസി ഡോർ തുറന്നാലും, ബാക്കിൽ അത്രയുള്ള ഏത് തുറന്നാലും ഈ പി സൗണ്ട് ആയിരിക്കും. അത് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അത് നിൽക്കുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഒരു ഇത് കാണാൻ പറ്റും, ഒരു റേഡിയോ. ഈ റേഡിയോ, താഴത്തെ റേഡിയോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അകത്ത് സംസാരിക്കാൻ വേണ്ടിയാണ്, പിള്ളേരായിട്ട് സംസാരിക്കാൻ വേണ്ടി. ആ ഒരു നോബ് നമ്മൾ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ളവരായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ പുറത്തും ആക്ച്വലി സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പോൾ റൈറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുള്ളവരായിട്ട് സംസാരിക്കാൻ പറ്റും. ലെഫ്റ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്തുള്ളവരായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ബസ്സിൽ വന്നത് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറാണ്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നതിന് എമർജൻസിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ നമുക്ക് ഫസ്റ്റ് എയ്ഡിൻ്റെ ബോക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഡ്രൈവേഴ്സ് സീറ്റിൽ നമുക്ക് ഹീറ്റഡ് ആണ്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അതിൽ പിന്നെ ആക്ച്വലി സ്പ്രിങ് മെക്കാനിസം വരുന്നുണ്ട്. നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ടൈറ്റൻ ചെയ്യുക, സോഫ്റ്റൻ ചെയ്യുക. ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ആ നോബ് യൂസ് ചെയ്ത് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാം. നമുക്ക് ലംബേർഡ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ നമുക്ക് ചെറിയൊരു നമ്മുടെ കൈക്ക് വേണ്ടിയുള്ളൊരു സപ്പോർട്ട് വരുന്നുണ്ട് ബസ്സിൽ. പിന്നെ ഓട്ടോമാറ്റിക് ബസ്സാണ്, അപ്പോൾ നമുക്ക് ഒരു ബ്രേക്കും ഒരു ആക്സിലേറ്ററും മാത്രമാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹീറ്റിങ്ങിൻ്റെ ഇതിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഹീറ്റ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ളതുണ്ട്. ഞാൻ ഇപ്പോൾ ഡീഫ്രോസ്റ്റിലായിട്ടേക്കണം, തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് ഡീഫ്രോസ്റ്റ് ആവാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് എയർ പുറത്തുനിന്ന് വന്നോ അല്ലെങ്കിൽ അകത്ത് റീസൈക്കിൾ ചെയ്യണോ എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബും നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇനി ഇപ്പോൾ ഒരു പി എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കുന്നത്, ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ് ചെക്ക് എന്ന് പറയും. നമ്മൾ റണ്ണെല്ലാം കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും വണ്ടിയിൽ ഒരു പിള്ളേരും ഇല്ല എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ബസ്സിൻ്റെ അറ്റം വരെ നടക്കണം, ഓരോ സീറ്റും ചെക്ക് ചെയ്തുകൊണ്ടും. എന്നിട്ട് ആ ബട്ടൺ ഇപ്പം പ്രസ് ചെയ്തില്ലേ, അവിടെ വന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോഴേക്കും ഈ പി സൗണ്ട് മാറും. അത് നമ്മൾ കറക്റ്റ് ടൈമിലൊന്ന് പ്രസ് ചെയ്തില്ലെങ്കിൽ കുറേ കഴിയുമ്പോഴേക്കും ഇത് ഭയങ്കരമായിട്ട് ബസ് കയറുന്ന ഒച്ചപ്പാടുണ്ടാക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഓർമ്മിപ്പിക്കാനാണ്, നമ്മൾ ബസ്സെല്ലാം ചെക്ക് ചെയ്തോ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടി. ഓരോ പ്രാവശ്യം നമ്മൾ വണ്ടി ഓഫ് ചെയ്യുമ്പോഴും അത് വന്ന് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇത് ശരിക്കും എയർ ലോക്ക്ഡാണ്. അപ്പോൾ ആ എയർ ലോക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ആ സാധനം മൂവ് ചെയ്യുമ്പോഴേക്കും ബസ് അൺലോക്ക് ആവും, ഇതിൻ്റെ ഡോർ അൺലോക്ക് ആവും, മറ്റേ ആ സ്വിച്ച് നോബ് വെച്ച് ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങാം. എൻ്റെ ഐപാഡ് എടുക്കാൻ മറന്നു, അപ്പോൾ ഇപ്പോൾ എൻ്റെ ഐപാഡ് ഞാൻ എടുത്തു. നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങാങ്ങി നമ്മൾ ഇന്നത്തെ റൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. ഇനി ഇത് നമ്മൾ ലോക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓപ്പൺ ആയി കിടക്കില്ല, അത് ലോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പുറത്തുനിന്ന് ഒരു നോബുണ്ട്. അപ്പോൾ അത് നമ്മൾ തിരിച്ച് കഴിഞ്ഞാൽ ഇത് ഡോറ് ലോക്കായി. ഇനി നമ്മൾ എൻജിനിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് വന്നത് ശരിക്കും ക്യുമിൻസിൻ്റെ എൻജിനാണ്. നമുക്ക് 6.7 ലിറ്റർ 6 സിലിണ്ടർ ഇൻലൈൻ എൻജിനാണ് നമുക്ക് വണ്ടിയിൽ വന്നത്. അത് തന്നെ വാരിയബിൾ ജോമെട്രി ടർബോ ചാർജറുള്ള ഒരു ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഉള്ള ബസ്സാണ് നമ്മുടേത്. ബസ്സിന് ഓൾമോസ്റ്റ് 200 to 260 ഹോഴ്സ് പവറാണ് വന്നത്. ടോർക്ക് 520 മുതൽ 660 വരെയാണ് ടോർക്ക് വരുന്നത്. അതുപോലെ തന്നെ ബസ്സിൻ്റെ നമുക്ക് കാണാൻ പറ്റും, ഇത് നമ്മുടെ കൂളൻ്റ് ലെവല്, നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ്, നമ്മുടെ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ്, അതൊക്കെ നമ്മൾ ആക്ച്വലി ബസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇത് എയർ ഫിൽറ്ററാണ്. അപ്പോൾ എയർ ഫിൽറ്റർ ഇതാകുമ്പോഴേക്കും ആ പച്ച കളർ മാതിരി റെഡ് ആവും. നമ്മുടെ ബെൽറ്റ് അതപ്പോൾ നമ്മൾ ടൈറ്റാണോ നോക്കാൻ വേണ്ടി നമ്മൾ വലിച്ചൊക്കെ ഇടയ്ക്കിട്ട് നോക്കാറുണ്ട്. പിന്നെ നമ്മുടെ ലീഫ് സ്പ്രിങ്, ഇത് ബസ്സിൻ്റെ സസ്പെൻഷനാണ് ലീഫ് സ്പ്രിങ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ബസ്സിൻ്റെ ടയേഴ്സിൽ എല്ലാ പിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും.
പിന്നെ ബസ് കൂടുതലും നമ്മുടെ ബസ്സുകൾ ഡീസൽ ഫ്യൂവൽ വെച്ചിട്ടാണ് ഓടുന്നത്. ചിലത് നമ്മുടെ പെട്രോൾ ഫ്യൂവലും ഉണ്ട്, പക്ഷെ അത് ഭയങ്കര റെയറാണ് നമ്മൾ കണ്ടേക്കുന്നത്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോഴും നമുക്ക് ലീ സ്പ്രിങ്സ് ഉണ്ട് ബാക്കിൽ, ടയേഴ്സ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇത് കണ്ടോ, ഈ പച്ച സാധനം ഇങ്ങനെ വെച്ചേക്കുന്നത്, അത് ആക്ച്വലി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ബോൾട്ട് ലൂസായിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയാണ്. ബോൾട്ട് ലൂസാകുമ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു ബോൾട്ട് ലൂസാണെങ്കിൽ അവിടുത്തെ ഈ പച്ച സാധനം പോകും, അല്ലെങ്കിൽ ദിശ മാറിക്കിടക്കും, ഡയറക്ഷൻ മാറിക്കിടക്കും. ഫ്രണ്ടിലും നമുക്കുണ്ട്, എല്ലാ ടയേഴ്സിലും ഇതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബോൾട്ടും ടൈറ്റാണോ ഏതെങ്കിലും ലൂസായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ആ സാധനം അവിടെ വെച്ചേക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് നോർത്ത് വേയിലാണ്. നോർത്ത് വേ ആക്ച്വലി വാൽക്കരൻ സഡ്ബറിയിലാണ് അവരുടെ ഓഫീസ് ഉള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡു കം ആൻഡ് ചെക്ക് ഔട്ട്. ഇത് നമ്മുടെ ബേസാണ്, നമ്മുടെ യാർഡാണ് ബസ്സെല്ലാം ഉള്ളത്. നമുക്ക് 2 യാർഡാണ്, ഇതുണ്ട്, പിന്നെ ട്രൂഡോ എന്ന് പറഞ്ഞിട്ട് വേറൊരു യാർഡും കൂടിയുണ്ട്. ഇത് കണ്ടോ, ബസ്സിൽ നിന്ന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് നമ്മൾ എങ്ങാനും ക്രോസ് ചെയ്ത് പോയിക്കഴിഞ്ഞാൽ $2000 ഫൈൻ വന്നത്. നോർത്ത് വേയിൽ താല്പര്യമുണ്ടെങ്കിൽ ഡു ചെക്ക് ഔട്ട്, കോൾ ദം. സോ നിങ്ങൾ കാനഡയിലാണ്, ഈ നോർത്ത് വേ ബസ് ലൈൻസ് പോലെ തന്നെ പല ബസ് ലൈൻസ് ഉണ്ട് ഫ്രം ഓൾ ഓവർ കാനഡ. ഇതിപ്പോൾ സഡ്ബറിയിലാണ് നോർത്ത് വേ ബസ് ലൈൻസ് ഉള്ളത്, ലൂഷ്യൻ ഉള്ളത്, പിന്നെ വോയാഗോ. ഇവിടേക്ക് എപ്പോഴും ഓപ്പണിംഗ് ഉണ്ടാവും. നിങ്ങൾക്കൊരു ജി ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ പോയി അപ്ലൈ ചെയ്യാം. ദേ ആർ ഓൾവേസ് റെഡി ടു ഹയർ യു ഗൈസ്. സോ നിങ്ങളൊരു ജോലി നോക്കുവാണ്, നിങ്ങൾക്കൊരു ജോലി വേണം എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണവരാണെങ്കിൽ, വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, ഒരു എക്സ്ട്രാ ഇൻകം വേണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഗോ ഫോർ ഇറ്റ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത്രക്ക് ഫ്ലെക്സിബിളാണ് ഇവരുടെ ഷെഡ്യൂൾസ്. നമുക്ക് ഭയങ്കര പീസ്ഫുള്ളാണ് ഈ ജോലി. ആക്ച്വലി പിള്ളേരൊക്കെ ആയിട്ട് നല്ല രസമാണ് രാവിലെ പോയി. ആക്ച്വലി എ വെരി ഗുഡ് ഡേ. എസ്പെഷ്യലി ഒരു രാവിലെ തുടങ്ങുമ്പോഴേക്കും കുറേ പാരൻസായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാം, പിള്ളേരായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ എവിടെയെങ്കിലും പോകാനൊക്കെ നോക്കുവാണ്. ഇപ്പോൾ നമ്മൾ സൂസൻ മേരിയുടെ ഒരു ട്രിപ്പ് പോയായിരുന്നു ഈ അടുത്ത്, അതിൻ്റെ വീഡിയോ ഇറങ്ങുന്നുണ്ട്. ആ ട്രിപ്പിന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി, ഞങ്ങളൊരു 30 പേരുണ്ടായി. 30 പേരും കൂടി ഞങ്ങൾ ഒരുമിച്ച് പോകാൻ വേണ്ടി ഞങ്ങൾ ഇവിടുത്തെ ബസ് എടുത്തുകൊണ്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ നിങ്ങൾക്ക് ബസ്സും ഇവിടുന്ന് ചാർട്ടർ ചെയ്യാൻ പറ്റും. ഭയങ്കര അഫോർഡബിൾ റേറ്റ്സ് ആണ്. നിങ്ങൾക്ക് പെർ ഡേ ഒരു $400-500 ബസ്സും കിട്ടും. നിങ്ങൾക്ക് ബസ് ചാർട്ടർ ചെയ്തെടുത്തോണം പോവാം ഗ്യാങ്ങായിട്ട്. നമുക്ക് നാട്ടിലൊക്കെ നമ്മൾ ട്രിപ്പ് പോകണ പോലെ ബസ്സിൽ ടൂർ ബസ് പോലെ നമുക്ക് എടുത്തിട്ട് പോവാം. ചാർട്ടർ ചെയ്യാൻ പറ്റും ബസ്. നിങ്ങൾക്ക് പോയി അടിച്ച് പൊളിച്ച് ഒരുമിച്ച് ചിരിച്ച് കളിച്ചൊക്കെ വരാൻ പറ്റും. അപ്പോൾ ബസ്സിലുള്ള ടൂറ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ അടുത്ത വീഡിയോ എന്തായാലും ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം കെവിനോ മാനിയ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും എൻജോയ് ചെയ്യും, അടിച്ച് പൊളി. ഓക്കെ, ബൈ.